Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Study Ada. Start with prayer, third of the day, and silence. Start you. Time waste ചെയ്യല്ലേ? എന്താണിത്? പ്രയർ ആരാ ചൊല്ലുന്നേ? ഞാൻ ചൊല്ലട്ടെന്നാലേ? ഞാൻ തന്നെ പറയാം. ഈ പ്രയറും തോരത്തിരിയും സൈനൊക്കെ ഞാൻ തന്നെ ഇങ്ങോട്ട് പറയാം. മതിയോ അത്? സന്തോഷാവല്ലോ അപ്പൊ എല്ലാവർക്കും. ഹാപ്പി? എനിക്ക് വെച്ച് സൈലന്റ് ആണല്ലോ. കേക്കുന്നുണ്ടോ? അമ്മ ഓടുമ്പോ കേൾക്കുന്നുണ്ട്. കൈവല്യ ദീപത്തെ കാത്തരുളിടുന്ന കൈതവമില്ലാത്ത ദൈവമേ നീ അജ്ഞരാം ഞങ്ങളെ വിജ്ഞരാക്കേണമേ വിജ്ഞാന സാഗര സർവേശ്വര ഉത്തമ ഭാവന ഞങ്ങൾക്ക് നൽകിയിട്ട് ഉത്തമന്മാരാക്കി മാറ്റിയിടണേ ലോകാദിനാഥ നിൻ മാനസം ഞങ്ങളിൽ പാരം പതിപ്പിച്ചു കാത്തിടേണേ കൈവല്യ ദീപത്തെ കാത്തരുളിടും കൈതവമില്ലാത്ത ദൈവമേ നീ അജ്ഞരാം ഞങ്ങളെ വിജ്ഞരാക്കേണമേ വിജ്ഞാന സാഗര സർവേശ്വര. Okay, ഞാൻ തോട്ട് പറയുന്നത്. Good morning, ma'am, and good morning, all my friends. Make your thoughts and perceptions beautiful, and there will be progress in life. ചിന്തയും ധാരണകളും മനോഹരമാക്കുക, ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും. Thank you and have a nice day. സൈനിൻ ഞാൻ പറയാം മാഡം. ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് അശ്വതി മാമിനെയും എന്റെ സുഹൃത്തുക്കളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹാവ് എ ഗുഡ് ഡേ ഓൾ. താങ്ക് യു. ഓക്കെ. എന്താണ് എല്ലാവർക്കും ഭയങ്കര മടിയാണല്ലോ? എന്ത് ചേച്ചി? ഗ്രൂപ്പിൽ ഇപ്പം ഇതിന്റെ കാര്യം ഒന്നും ചർച്ച ചെയ്യുന്നില്ല, അതാണ് മെയിൻ വിഷയം. എല്ലാരും പ്രിപ്പയർ ചെയ്യായിരുന്നു നേരത്തെ, ഇപ്പൊ ആരും ഒന്നും പറയുന്നില്ല, അതുകൊണ്ട്. അതെ, അതാണ് മെയിൻ പ്രശ്നം. ചൊല്ലവരനെ എന്നും ചൊല്ലേണ്ട ആവശ്യം. ഞാൻ തന്നെ ഇപ്പൊ കുറെ ദിവസങ്ങൾ പ്രയർ ഒക്കെ സിനിമ പാട്ട് വെച്ച് പാടി, പിന്നെ ഞാൻ നിർത്തിയതാണ്. ഓക്കെ, ഇത് എല്ലാ ബാച്ചിലും ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നതാണ്. എല്ലാ ബാച്ചിലും എത്ര മോണ്ടിസോറി ബാച്ചുകൾ ഉണ്ടോ എല്ലാവരും പറയുന്ന സെയിം റീസൺ ഇതാണ്. ഇപ്പോ ഇനി അങ്ങനെ എന്താണ് ചർച്ചകളൊന്നുമില്ല, ഡിസ്കഷൻ ഇല്ല, ചൊല്ലിയവർ തന്നെയാണ് പാടുന്നത്, അല്ലെങ്കിൽ സൈനോട്ട് പറയുന്നവരാണ് പറയുന്നത്, എല്ലായിടത്തുള്ളതാ. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെയാണ് പ്രയത്നിച്ചത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. മറ്റുള്ളവർ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് ചാൻസ് കിട്ടുന്നത്, ആണോ അല്ലയോ? ക്ലാസ് എത്രയോ സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലാവരോടും ഒരുപോലെയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അതായത് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് ഒരുപോലെയാണെങ്കിലും അത് യൂസ് ചെയ്യുന്നവരാരാണോ അവരാണ് ജീവിതത്തില് സക്സസ്ഫുൾ ആകുക. മനസ്സിലായോ? ആ ഒരു തോട്ട് ഒരിക്കലും മറക്കാൻ പാടില്ല. ഓക്കെ, ഒരിക്കലും. എല്ലാവരും മുന്നിലും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, അത് ആ ടൈമില് യൂസ് ചെയ്യുന്നവൻ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളൂ ജീവിതത്തില്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അവൻ ചെയ്യട്ടെ, ഞാൻ ചെയ്യത്തില്ല, അവരായിക്കോട്ടെ, അങ്ങനെയല്ല. അവൻ ചെയ്തില്ലെങ്കിൽ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം, എത്ര പ്രാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന് റെഡിയാണ്. അങ്ങനെ ചിന്തിക്കണം, അങ്ങനെയാ ചിന്തിക്കണ്ടേ. ക്ലിയർ? അതുകൊണ്ട് ആരും ഇല്ലെങ്കിൽ പോലും ചൊല്ലിയവരാണെങ്കിൽ അവർ ഓക്കെ ആണെങ്കിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ചൊല്ലാം. എന്താണ് മനസ്സിലാവുന്നപ്പോ പറഞ്ഞത്? ഇഷ്ടായില്ല ഞാൻ പറഞ്ഞത്? ഇല്ല, മനസ്സിലായി. അങ്ങനെയാണ് കേട്ടോ. അത് ഇക്കാര്യത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ പറഞ്ഞത്, ലൈഫില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ മാത്രം ചിന്തിക്കും. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോ ആലോചിച്ച് നോക്കിയേ, എത്രയോ പേര് ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, എത്രയോ
ഒരുപാട് പേര് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ചെയ്യുന്നുണ്ടാവില്ല. കാരണം എന്താ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ നമ്മൾ ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിലോ അത് നമ്മൾ ചെയ്യാനല്ലേ അറിയുള്ളൂ, അല്ലെ? അങ്ങനെയാണ്, നമ്മൾ ട്രൈ ചെയ്യണം. നമുക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മളത് യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇന്നത്തെ തോട്ട് എന്റെ വക തോട്ടതാണ്. ഓർത്തിരിക്കും എന്നും ലൈഫ് ലോങ് നമ്മൾ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ജിറ്റി കുറെ നാളെ കണ്ടിട്ട് എവിടെയായിരുന്നു? മിസ്സിംഗ് ആയിരുന്നല്ലോ. മാം എനിക്ക് ഒരു ജോലി കിട്ടി, സ്കൂളിൽ പഠിപ്പിക്കാനാണ്. ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ടീച്ചർ ലീവായിരുന്നു ഒരു 10 ദിവസത്തേക്ക്. അപ്പൊ ആ വേക്കൻസിയിൽ ടീച്ച് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ 5, 6, 7 ക്ലാസ്സിന് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് പോയിണ്ടായിരുന്നു. അതാണ് മിസ്സിങ് ആയത്. റെക്കോർഡ് ക്ലാസ് ഒക്കെ കുറച്ചൊക്കെ കേട്ടിട്ടുള്ളൂ. അതാട്ടോ ടീച്ചറെ ഞാൻ കേൾക്കണ്ടായിരുന്നു, റെക്കോർഡ് ക്ലാസ് കേൾക്കണത്. ഡിറ്റി അവിടെ പോയി ഡിറ്റി ആബ്സെന്റ് ആണെന്നൊക്കെ ടീച്ചർ പറയുന്നത് ഞാൻ കേൾക്കണുണ്ട്. സോറി മിസ്സേ. ഓക്കെ, താങ്ക് യു. അല്ലാതെ പറയാതെ പോയല്ലോ, മോശമായി പോയി ഡിറ്റി, മോശമായി. ന്യൂസ് ഒക്കെ പറയണ്ടേ? ശരിയാ, സോറി മാം. പിന്നെന്താണ്, ഇംഗ്ലീഷ് ആണോ? ഇന്ന് ഇംഗ്ലീഷ് ആണോ? ഇംഗ്ലീഷ് കേൾക്കുമ്പോ പേടിയായി തുടങ്ങി എല്ലാവർക്കും. കൊള്ളാട്ടോ. അല്ല മാം, അപർണ മാമിന്റെ ക്ലാസ് ആയിരുന്നു ഇന്ന്. അപ്പൊ അത് ചേഞ്ച് ആയത് ഓർത്തില്ല, അതാ അങ്ങനെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് കേട്ടോ, ചേഞ്ച് ആയി. ഇത് ഓർത്തില്ല എന്ന് വിചാരിക്കണ്ട, ചേഞ്ച് ആയി. ഞാൻ തന്നെയാ വരാം. ഓക്കെ, തേഴ്സ്ഡേ ഞാനാണ്. ഇംഗ്ലീഷ് ആണല്ലോ, കണ്ടിന്യൂ ചെയ്യുന്നോ? എന്താണ് നോക്കിയേ, മടിയന്മാരാണ് അല്ലേ? മടിയന്മാരാണ് നിങ്ങള്. ആണോ? അല്ല, ഇന്ന കുട്ടികൾ നല്ല കുട്ടികളല്ലേ? നല്ല കുട്ടികളാണ്. ഇന്നലെ ഞങ്ങൾ ഡിബേറ്റ് ഒക്കെ നടത്തി മാം. ഇന്നലെ ഞങ്ങൾ ഡിബേറ്റ് ഒക്കെ നടത്തി. ഇംഗ്ലീഷിലാണോ? അല്ലല്ല, നമ്മുടെ ആദിരാംസിന്റെ ക്ലാസ്സിൽ. അതിനെ കേൾക്കണ്ട, അശ്വതി ഉണ്ടോ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു മാം. അവസാനിച്ചോ? നല്ല രീതിയിലല്ലേ അവസാനിച്ച ഡിബേറ്റ്? മാം ആദ്യമേ പറഞ്ഞു ഒരു ഗ്രൂപ്പിൽ ഭയങ്കര അടിയായി, പിന്നെ ഭയങ്കര പാടായിരുന്നു മാറ്റാൻ, അതുപോലൊന്നും ആവരുതെന്നൊക്കെ പറഞ്ഞാ തുടങ്ങിയത്. കൺക്ലൂഷൻ വന്നപ്പോ രണ്ടുപേരും ഒന്നിച്ച് ഒരുപോലെ ആയി. അപ്പൊ എല്ലാവർക്കും സന്തോഷം. സമാധാനം, സന്തോഷമല്ല സമാധാനമാണ്. സമാധാനം, അത് തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ ഡിബേറ്റ് ചെയ്യാം കേട്ടോ, ഇംഗ്ലീഷ് സംസാരിക്കാം. ഓക്കെ, നമുക്ക് ഒരു ദിവസം നോക്കാം. എന്താണ് ഇംഗ്ലീഷിൽ പേടിക്കരുത് കേട്ടോ. എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ പേടിക്കുന്നേ? കൊള്ളാം, പേടിക്കാൻ പാടില്ല. ഇംഗ്ലീഷ് പാവല്ലേ? നിങ്ങളെ സ്നേഹിക്കുന്നതോട് തിരിച്ചും സ്നേഹിക്കും. അങ്ങനെയാണ് കേട്ടോ. അത് ഇംഗ്ലീഷുകാരും പേടിക്കണ്ട. ഒരു ദിവസം ഇംഗ്ലീഷ് സംസാരിക്കും, ഷുവറാണ്. ഇനി ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാനുള്ള മിസ് ഇനി കുറച്ചുകൂടെ സംസാരിച്ചോളൂ, അത്രയും സമയം പോകുമല്ലോ എന്ന് ചിന്തിക്കുന്ന കുറച്ചു പേരൊക്കെ ക്ലാസ്സിൽ ഉണ്ടാകും. ഉണ്ടോ? കുറച്ചുപേരെ കാണും. അതെ അതെ, കാണും കുറച്ചുപേരെ. കുറച്ചുകൂടെ സംസാരിക്കുന്ന അത്രയും ടൈം പോലോ, അറിയാം. ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. എവിടെ ടീച്ചേഴ്സ്? എവിടെ ടീച്ചേഴ്സ്? ഗുഡ് മോർണിംഗ് മാം. ഞാനിന്ന് പുറത്താണ്, വീട്ടിലില്ല. അപ്പം വീഡിയോ ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. ഓക്കെ ഓക്കെ മാം. Good morning all my dear friends. Good morning ma'am. Good morning. Morning ma'am. ഞാൻ മാം എന്ന് പറഞ്ഞത്, ഞാൻ ഫ്രണ്ട്സ് എന്നാ പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്കിപ്പം
ഇല്ല ഞാൻ ജസ്റ്റ് പുറത്താണ്, ഞാൻ അതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല. ഞാൻ ആഡ്വർബിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയാം. അപ്പൊ നിങ്ങൾ അതിന്റെ ആഡ്വർബ് ഏതാന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതൊന്ന് നമുക്ക് നോക്കാം. He runs quickly to catch the bus. Quickly. He walked slowly because he was tired. Slowly. ആഡ്വർബ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായല്ലോ. ഞാൻ ഇത് എക്സാമ്പിൾസ് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് ആഡ്വർബ് മാത്രം പറഞ്ഞാൽ മതിയാവും അല്ലേ? അതല്ലേ നല്ലത്, എഴുതിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി. ഓക്കെ, പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി ഓൺ ദ വെറ്റ് റോഡ്. Carefully. Carefully. The cat suddenly jumped on the table. I always brush my teeth before bed. Always. Next, I will call you later. I will call you later. ഇതിൽ call ആണ് verb. I will call you later. Later ആണ് adverb. We will go home soon. Soon. The soldier. We will go home soon. ഇതിൽ go ആണല്ലോ verb. നമ്മൾ അതിൽ ഏതാണ് ആക്ഷൻ, നമ്മള് ഇതിന്റെ പ്രവൃത്തി ഏതാന്ന് നോക്കിയ ആ സെന്റൻസിൽ അതാണല്ലോ വേർബ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡാണ്, അതിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് ആഡ്വർബ്. വി വിൽ ഗോ ഹോം സൂൺ. നമ്മൾ പെട്ടെന്ന് പോകും. പോകും എപ്പോഴാണ് പോകുന്നത്? പെട്ടെന്ന്. അപ്പൊ വെൻ, വേർ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3-4 ഇത് പഠിച്ചായിരുന്നല്ലോ. ആഡ്വർബിന്റെ 4 ടൈപ്സ്. എപ്പോഴാണ് ഈ വേർബിന് അതെ, ഫസ്റ്റ് വൺ വേർ ആക്ഷൻ പെർഫോംഡ്, വെൻ ആക്ഷൻ പെർഫോംഡ്, ഹൗ ആക്ഷൻ പെർഫോംഡ്, ഹൗ ഓഫൺ അല്ലെങ്കിൽ ഹൗ ഫ്രീക്വൻസി ആക്ഷൻ പെർഫോംഡ്. അതെല്ലാം വേർബിന് റിലേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ വേർബിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡ്സ് ആണ് ആഡ്വർബ്. അപ്പൊ ഒരു സെന്റൻസ് നോക്കുമ്പോൾ ആദ്യം വേർബ് ഏതാന്ന് നോക്കുക, ആ വേർബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് നോക്കുക, മോഡിഫൈ ചെയ്യുന്ന വേർഡ്, അതാണ് ആഡ്വർബ്. The soldier fought bravely in the war. ഇതില് fought verb ആണ്, fought bravely. അപ്പൊ bravely ആണ് adverb. They danced happily at the party. Happily. We luckily found a taxi in the rain. Loudly. Luckily. We luckily found. He walked away sadly. Sadly. She looked at him angrily. Angrily. അപ്പൊ എല്ലാം ഈ ly വെച്ചിട്ടുള്ളത് മിക്കതും വേർബായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കത് അത് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ അതൊരു കോമൺ വേർഡ് ആയിട്ട് നമുക്ക് നോക്കാം. ക്വിക്ലി, സ്ലോലി, കെയർഫുള്ളി, സഡൻലി, റെയർലി, യൂഷ്വലി, പിന്നെ ക്വൈറ്റ്ലി, ജെന്റിലി, ഹാംഗ്രിലി, സാഡ്ലി, ഹാപ്പിലി, ബ്രേവ്ലി. അപ്പോൾ ആ ഒരു സെന്റൻസിൽ ഇങ്ങനെ ly വെച്ച് വേർഡ് വരുവാണെങ്കിൽ അത് ആഡ്വർബ് ആയിരിക്കും. നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാം, ഈ എക്സാമ്പിൾസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലാത്ത 2-3 ഇത് പറയാമേ. ഐ ആം വെരി ഹാപ്പി ടുഡേ. വെരി. അപ്പൊ ഇങ്ങനത്തെ ചില ഈ പെർട്ടിക്കുലർ വേർഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനത്തെ വേർഡുകൾ വരുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂസ് ആവുന്നത് അല്ലെ? അപ്പൊ ഐ ആം വെരി ഹാപ്പി ടുഡേ. അപ്പൊ ഹാപ്പിയെ മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് വെരി. അപ്പൊ ഐ ആം വെരി ഹാപ്പി ടുഡേ, അതിൽ വെരി ആണ് ആഡ്വർബ്. അടുത്തത് ഷീ നെവർ ഈറ്റ്സ് ജങ്ക് ഫുഡ്. നെവർ. അതെ. ദേ ഓഫൺ പ്ലേ ഫുട്ബോൾ ആഫ്റ്റർ സ്കൂൾ. അതെ, ആഫ്റ്റർ. ഐ വിൽ കോൾ യു ലേറ്റർ.
നേരത്തെ പറഞ്ഞത് ലേറ്റർ. Later. ഇനി കുറച്ച് എക്സാമ്പിൾ. ദ ആപ്പിൾ ഫെൽ ഡൗൺ ക്വിക്ലി. Quickly. An aeroplane is flying above the clouds. Above. Above ആണ് വരുന്നത്. The rabbit runs too fast than the tortoise. അതില് ടു ആണ്, TW ആണ്. The rabbit runs too fast than the tortoise. അപ്പൊ ഫാസ്റ്റിന് ഇത് ചെയ്യുന്ന വേർഡാണ് ടു. James wants to eat more candies than his friend. James wants to eat more candies than his friends. ഇവിടെ ഏത് വരും? More. അതെ. പിന്നെ he caught eating his tiffin during the lectures. Eating. He caught eating his tiffin during the lectures. During. During ആണ് വരുന്നത്. എപ്പോഴൊക്കെ ഏത് ഫ്രീക്ക് എപ്പോൾ എന്നുള്ള ആഡ്വർബ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഡ്യൂറിങ്. She lost her train just a couple of minutes ago. She lost her train just a couple of minutes ago. Couple of minutes. Just. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മീൻസ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. We are still waiting for the train. Still. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് തോന്നുന്നു ആഡ്വർബ് ക്ലിയർ ആയി തോന്നുന്നു അല്ലേ? അതെ, ക്ലിയർ ആണ്. ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അതെ. എന്തായാലും നമുക്ക് എക്സാമ്പിളിന് ഇത്ര എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആയിരിക്കും വരുന്നത്. അതിൽ ആഡ്വർബ് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ വേറെ എന്താ പറയണ്ടേ? അതിൽ വേറെ വരുന്നതാണ് ആഡ്വർബ് ഫ്രേസ്. ആഡ്വർബ് ഫ്രേസിനെ കുറിച്ച് ഒന്ന് പറയണോ? വേണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാവേ. അപ്പൊ അതാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആഡ്വർബ് ഫ്രേസ് എന്തുവാണ്. അപ്പൊ ആഡ്വർബ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് വിടുന്നത്, ഒരു ആഡ്വർബ് കാണും, ഒരു ഫ്രേസും കാണും. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിൽ ആഡ്വർബ് ഏതാ, പിന്നെ ഫ്രേസ്. രണ്ടും കൂടി ചേരുന്നതായിരിക്കും ആഡ്വർബ് ഫ്രേസ് അല്ലേ. ഇത് അപ്പൊ ആഡ്വർബ് നമ്മൾ പഠിച്ചു, ഇറ്റ് ഡിസ്ക്രൈബ് ഓർ മോഡിഫൈ എ വേർബ്, അതാണ് ആഡ്വർബ്. ഇനി ഫ്രേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രേസില് മിക്കവാറും ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കാണും. അതിനൊരു സബ്ജക്റ്റ് ഒന്നും കാണത്തില്ല, പക്ഷെ അതിനൊരു ഇൻഡിപെൻഡന്റ് മീനിങ് കാണും എന്തായാലും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ദ ബോയ് റാൻ വെരി ക്വിക്ലി ഡൗൺ. ദ ബോയ് റാൻ വെരി ക്വിക്ലി ഡൗൺ. ഇതില് രണ്ട് വേർബ് ഏതാ വരുന്നത്? റാൻ ആണ് വരുന്നത്. വെരി ക്വിക്ലി ഡൗൺ. ക്വിക്ലി ഇതില് എന്തോ ദ ബോയ് റാൻ വെരി ക്വിക്ലി ഡൗൺ എന്ന് പറയുമ്പോൾ ഇതിൽ ക്വിക്ലി നമ്മൾ ആഡ്വർബ് ആയിട്ട് വരും, വെരി ക്വിക്ലി. അപ്പൊ രണ്ട് വേർഡ് അവിടെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡാണ് റാനിനെ മോഡിഫൈ ചെയ്തിട്ട് രണ്ട് വേർഡ് അവിടെ വരുന്നുണ്ട്, വെരി ഉണ്ട്, ക്വിക്ലി. ഈ ഗ്രൂപ്പ് ഓഫ് വേർഡിനെയാണ് നമ്മൾ ആഡ്വർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, വെരി ക്വിക്ലി. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ദ ബോൾ ഈസ് മൂവിങ് വെരി സ്ലോലി. അപ്പൊ ഇതില് സ്ലോലി ആക്ട് ആസ് ആഡ്വർബ്, ആൻഡ് ആ ആഡ്വർബിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്യുന്ന വേർഡാണ് വെരി അല്ലേ. അപ്പൊ ആ രണ്ട് വേർഡിനെ അതിനെയാണ് നമ്മൾ ആഡ്വർബ് ഫ്രേസ് എന്ന് പറയുന്നത്. വെരി സ്ലോലി ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്. വെരി സ്ലോലി നമുക്ക് വെരി സ്ലോലി അതിന് സിംഗിൾ ഒരു മീനിങ് ഉണ്ട്.
പക്ഷെ അതിന് സബ്ജക്റ്റോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ വെരി സ്ലോലി ആണ് ഇവിടെ ആഡ്വർബ് ഫ്രേസ് ആയിട്ട് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണല്ലോ. ഇറ്റ് ഇസ് അതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്, ഒരു വേർഡ് ആയിരിക്കത്തില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്. പിന്നെ അതിനൊരു സബ്ജക്റ്റ് ഉണ്ടാവത്തില്ല, പക്ഷെ അതിനൊരു മീനിങ് കാണും. ഓക്കെ, പിന്നെ I completed my homework around the night. അപ്പൊ I completed my homework in the night എന്ന് പറയാം. ആ നൈറ്റിന് ഒന്നും കൂടി ഇത് ചെയ്യുന്ന വേർഡാണ് around. അപ്പൊ around the night അതാണ് ആഡ്വർബ് ഫ്രേസ്. എന്തോ അപ്പൊ എക്സാമ്പിൾസ് വേണമെങ്കിൽ എഴുതിക്കോട്ടെ. മീൻസ് ഇപ്പൊ ആഡ്വർബ് എന്താന്ന് വെച്ചാൽ ആഡ്വർബ് ഫ്രേസ് എന്ന് വെച്ചാൽ ആഡ്വർബ് എന്ന് വെച്ചാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് എ മോഡിഫൈഡ് വേർബ്. ആഡ്വർബ് ഫ്രേസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ് ആയിരിക്കും. നോ സബ്ജക്ട് ഓർ വേർബ്. പിന്നെ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മീനിങ്. അതാണ് ആഡ്വർബ് ഫ്രേസ്. ഇപ്പൊ എക്സാമ്പിൾസ് എഴുതിക്കോളൂ. ദ ബോയ് റാൻ വെരി ക്വിക്ലി ഡൗൺ. അതിൽ വെരി ക്വിക്ലി അണ്ടർലൈൻ ചെയ്യുക, അതാണ് ആഡ്വർബ് ഫ്രേസ്. കുറച്ച് സ്ലോ ആയിട്ട് പറയാവോ? ഓക്കെ ഓക്കെ. ആഡ്വർബ് ഫ്രേസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്. നോ സബ്ജക്ട് ആൻഡ് വേർബ്. പിന്നെ ഇറ്റ് ഹാസ് ഹിസ് മീനിങ് ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ കഴിഞ്ഞോ? ഓക്കെ. The boy ran very quickly down the street. The boy ran very quickly down the street. Very quickly ഇതാണ് ആഡ്വർബ് ഫ്രേസ്. ഹിയർ വെരിയും ഒരു ആഡ്വർബ് ആണ്, ക്വിക്ലിയും ഒരു ആഡ്വർബ് ആണ്. പക്ഷെ അത് ഗ്രൂപ്പ് ഓഫ് ഒരു വേർഡ്സ് ആഡ്വർബ്സ് ആണല്ലോ. വെരി ക്വിക്ലി അതാണ് ആഡ്വർബ് ഫ്രേസ്. നെക്സ്റ്റ് എക്സാമ്പിൾ, the ball is moving very slowly. ഇതില് ആഡ്വർബ് ഫ്രേസ് വെരി സ്ലോലി ആണ്. കാരണം അത് രണ്ടും ആഡ്വർബ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, പക്ഷെ അത് ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്. അതിന് ഒരു സിംഗിൾ മീനിങ് ഉണ്ട്. പക്ഷെ ഗ്രൂപ്പ് ഓഫ് വേർഡിൽ ഒരു സബ്ജക്റ്റോ അതൊന്നുമില്ല, വേർബും. ഓക്കെ. The ball is moving very slowly. വെരി സ്ലോലി ഇതില് ആഡ്വർബ് ഫ്രേസ്. ഇനി ഇതില് ആഡ്വർബ് ഫ്രേസുകള് നേരത്തെ നമ്മൾ ആഡ്വർബ് പഠിച്ചപ്പോൾ 3-4 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഹൗ, വേർ, വെൻ, ഹൗ ഓഫൺ ആണ്, അല്ലെങ്കിൽ ഹൗ ഫ്രീക്വൻസി ആണ്. അതിനനുസരിച്ച് ആഡ്വർബുകൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ആഡ്വർബ് ഫ്രേസ് അതുപോലെ തന്നെയുണ്ട്. എക്സാമ്പിൾ ഞാൻ പറയാം. ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് എറൗണ്ട് ദ നൈറ്റ്. അപ്പൊ ഐ കംപ്ലീറ്റഡ്, ഇതിൽ കംപ്ലീറ്റഡ് വേർബ് വരുന്നത് കംപ്ലീറ്റഡ് ആണ്. എറൗണ്ട് ദ നൈറ്റ് എന്തുവാ, ഞാൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് എപ്പോഴാണ്. അപ്പൊ എപ്പോൾ എന്ന് വരുന്ന വെൻ എന്ന് പറഞ്ഞ ആക്ഷന് ബേസ് ആണ്, ടൈം അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതില് ആഡ്വർബ് ഫ്രേസ് വരുന്നത് ഏതാണ്? എറൗണ്ട് ദ നൈറ്റ്. നൈറ്റിന് എക്സാമ്പിൾ ഒന്ന് പറയൂ. I completed my homework around the night. Around the night is the adverb phrase. I completed my homework around the night. അപ്പൊ around the night എപ്പോഴാണ് ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തത്? around the night ഏകദേശം
രാത്രി ആയപ്പോഴും ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു. വേണമെങ്കിൽ ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് ഇൻ ദ നൈറ്റ് എന്ന് പറയുന്നതിന് പകരം എറൗണ്ട് ദ നൈറ്റ്, ആ നൈറ്റിന് രണ്ടും കംപ്ലീറ്റഡിന് ഇത് ചെയ്യുന്നുണ്ട്. എറൗണ്ട് ദ നൈറ്റ് അത് ആ ടൈമിന് സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ എറൗണ്ട് ദ നൈറ്റ് ഈസ് ദ ആഡ്വർബ് ഫ്രേസ്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വി വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്. വി വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്. വി വി വാക്ക്ഡ് നടന്നു. WALKED. വി വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്. അപ്പൊ നമ്മൾ എവിടെ നടന്നേ? വി വാക്ക്ഡ്, അതാണ് വാക്ക്ഡ് ആണ് വെർബ്. അപ്പൊ വേർ വി വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്. അപ്പൊ ഓവർ ദ ബ്രിഡ്ജ് ആണ് ആഡ്വർബ് ഫ്രേസ്. അപ്പൊ എവിടെ എന്നുള്ള ഒരു ആക്ഷൻ ആണ്, ഒരു നമ്മളിപ്പോ എവിടെയാണ് നടന്നത്, വേർ, ആ വേർ ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത് അല്ലേ? നമ്മൾ എവിടെയാണ് നടന്നത്, അപ്പൊ ആ പ്ലേസിനെ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ എവിടെയാണ് നടന്നത്, വേർ. അപ്പൊ ആക്ഷൻ, ഇതിലെ ആക്ഷൻ എന്തുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നടന്നത്, എവിടെ, വേർ. നമ്മൾ ആദ്യത്തെ ഇതില് ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് എറൗണ്ട് ദ നൈറ്റ്. അപ്പൊ എപ്പോൾ എന്നാണ് അവിടെ വരുന്നത്, അപ്പൊ അത് വെൻ. ഇവിടെ വി വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ്, വേർ വി വാക്ക്ഡ്. അതിന്റെ ആൻസർ വരുന്നത് എന്താ? ഓവർ ദ ബ്രിഡ്ജ്. അപ്പൊ ഓവർ ദ ബ്രിഡ്ജ് രണ്ട് ഗ്രൂപ്പ് ഓഫ് വേർഡ് ആഡ്വർബ് ആണ്. അതാണ് ആഡ്വർബ് ഫ്രേസ് ആയിരുന്നു, ഓവർ ദ ബ്രിഡ്ജ്. ഇനി അടുത്തൊരു വേറെ എക്സാമ്പിൾ. ആനന്ദ് വെയിറ്റഡ് സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി. ഇപ്പൊ വെയിറ്റഡ് ആണ് ഇവിടെ വേർബ് വരുന്നത്. ഹൗ ഹി വെയിറ്റഡ്. അതിന്റെ ആൻസർ എന്തോ വരുന്നത്? സൈലന്റ്ലി ഉണ്ട്, പേഷ്യന്റ്ലി ഉണ്ട്. വെയിറ്റ് ആണോ? വെയിറ്റഡ്, WAITED, വെയിറ്റഡ്. നമ്മൾ വെയിറ്റ് ചെയ്തെന്ന് പറയത്തില്ലേ, ആനന്ദ് വെയിറ്റഡ് സൈലന്റ്ലി, SILENTLY, ആൻഡ് പേഷ്യന്റ്ലി, ക്ഷമയോടെ, ശാന്തമായും ക്ഷമയോടെയും വെയിറ്റ് ചെയ്തു. അതാണ് സൈലന്റ്ലി, SILENTLY. പിന്നെ പേഷ്യന്റ്ലി എന്ന് പറയുമ്പോൾ PATIENTLY. ആനന്ദ് വെയിറ്റഡ് സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി. അപ്പൊ സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി ആണ് കണ്ടുള്ളത്. അതാണ് ആഡ്വർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് ആക്ഷനാണ് ചെയ്യുന്നത്? ഹൗ. ആനന്ദ് വെയിറ്റ് ചെയ്തത് എങ്ങനെയാണ് വെയിറ്റ് ചെയ്തത്. അപ്പൊ ആളുടെ ആ ഒരു ആക്ഷനെയാണ്, ഹൗ എന്ന് പറഞ്ഞ ആക്ഷനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ സൈലന്റ് ആൻഡ് പേഷ്യന്റ്ലി ആണ് അതിന്റെ ആഡ്വർബ് ഫ്രേസ്. അപ്പൊ വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നുള്ള ആക്ഷൻ തന്നെ എക്സാമ്പിൾ ആണ് ഐ കംപ്ലീറ്റഡ്. വേർ എന്നുള്ളത് വി വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്. ഹൗ എന്നുള്ള മാനർ ആണ് വരുന്നത്. ആനന്ദ് വെയിറ്റ് സൈലന്റ് ആൻഡ് പേഷ്യന്റ്. ഇനി വേറൊരു ടൈപ്പും കൂടി നോക്കാം. ഓൾമോസ്റ്റ് എവരി ഇയർ വി ടേക്ക് എ ട്രിപ്പ് ടു ഗോവ. ഓൾമോസ്റ്റ് എവരി ഇയർ we take a trip to Goa. അപ്പൊ ഇത് ഹൗ ഓഫൺ ആക്ഷൻ എന്താണ്? ഹൗ ഓഫൺ നമ്മൾ എല്ലാ ഓൾമോസ്റ്റ് എവരി ഇയർ വി ടേക്ക് എ ട്രിപ്പ് ടു ഗോവ. നമ്മൾ ഓൾമോസ്റ്റ് എവരി ഇയർ, ഏകദേശം എല്ലാ വർഷവും ഞങ്ങൾ ഗോവയിലേക്ക് ട്രിപ്പ് പോകും. വി ടേക്ക് ട്രിപ്പ് കൊണ്ടുപോകുന്നുള്ള മീനിങ് ആണല്ലോ വരുന്നത്. അപ്പൊ ഹൗ ഓഫൺ എന്ന് വെച്ചാൽ എപ്പോഴൊക്കെ ആണ് ട്രിപ്പ് പോകുന്നത്, അതാണല്ലോ സൂചിപ്പിക്കുന്നത്. ആ എക്സാമ്പിൾ ഒന്ന് അതിന്റെ പറയാവോ? ഓൾമോസ്റ്റ് എവരി ഇയർ വി ടേക്ക് എ ട്രിപ്പ് ടു ഗോവ. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആഡ്വർബ് ഫ്രേസ് വരുന്നത്? ഓൾമോസ്റ്റ് എവരി ഇയർ. എപ്പോഴൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ഓഫൺ അല്ലെങ്കിൽ ഓർ ഫ്രീക്വൻസി എന്ന് ഇടാം. ആ ആക്ഷൻ ആണ് അവിടെ. ഹൗ ഓഫൺ എന്ന് പറഞ്ഞാൽ
ആഡ്വർബ് ഫ്രേസ് ആണ് അവിടെ വരുന്നത്. ഓൾമോസ്റ്റ് എവരി ഇയർ വി ടേക്ക് എ ട്രിപ്പ് ടു ഗോവ. അപ്പൊ ഓൾമോസ്റ്റ് എവരി ഇയർ കൊണ്ട് അതിനെ സ്പെസിഫൈ ചെയ്യുന്ന വേറെ വേർഡാണ് ഓൾമോസ്റ്റ്. അപ്പൊ രണ്ട് ആഡ്വർബ് ഉണ്ട്, ഓൾമോസ്റ്റും എവരി ഇയറും. അപ്പൊ ഓൾമോസ്റ്റ് എവരി ഇയർ ആണ് ഇവിടെ ആഡ്വർബ് ഫ്രേസ്. ഓൾമോസ്റ്റ് എവരി ഇയർ വി ടേക്ക് എ ട്രിപ്പ് ടു ഗോവ. ഓൾമോസ്റ്റ് എവരി വീക്ക് അല്ലെങ്കിൽ എവരി ഇയർ ഇസ് ദ ആഡ്വർബ് ഫ്രേസ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഡ്യൂ ടു ഹെവി റെയിൻ we had to cancel our plans. Due to heavy rain, we had to cancel our plan. എന്തുകൊണ്ടാണ് നമ്മുടെ പ്ലാൻ ക്യാൻസൽ ചെയ്തത്? എന്തുകൊണ്ട്? അപ്പൊ അതിന്റെ Heavy rain. Heavy rain. ഡ്യൂ ടു ഹെവി റെയിൻ. ഡ്യൂ ടു ഹെവി റെയിൻ ഇസ് എ ആഡ്വർബ് ഫ്രേസ്. അപ്പൊ ഇവിടെ എങ്ങനെയാ എന്തുകൊണ്ട് വൈ ഒരു റീസൺ ആണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ അവിടുത്തെ ആഡ്വർബ് ഫ്രേസ് വരുന്നത് ഡ്യൂ ടു ഹെവി റെയിൻ വി ഹാഡ് ടു ക്യാൻസൽ അവർ പ്ലാൻ. ഇത്രയും ടൈപ്പ് ഉണ്ട് കേട്ടോ ആഡ്വർബ് ഫ്രേസുകൾ. ഇപ്പൊ പറഞ്ഞത് ഒരെണ്ണം ടൈമിനെ സൂചിപ്പിക്കുന്നു, അതാണ്. അത് എപ്പോൾ അതിന്റെ ആക്ഷൻ വരുന്നത് വെൻ ഐ കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് അറൌണ്ട് ദ നൈറ്റ്. അപ്പൊ അത് ടൈമാണ് അവിടെ സൂചിപ്പിക്കേണ്ടത്. അറൌണ്ട് ദ നൈറ്റ് അത് ടൈം. അതിന്റെ ആക്ഷൻ, അതിന്റെ വേർബ് നടക്കുന്നത് എപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് വെൻ യു കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ആൻസർ പറയുന്നത് അറൌണ്ട് ദ നൈറ്റ്. അതാ അറൌണ്ട് ദ നൈറ്റ് ആണ് ആഡ്വർബ് ഫ്രേസ് വരുന്നത്. അടുത്തത് ഒരു പ്ലേസ് ആണ് സൂചിപ്പിക്കുന്നത് അല്ലെ? വേർ വി വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്. അപ്പൊ വേർ വി വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ്. അപ്പൊ ഓവർ ദ ബ്രിഡ്ജ് ഈസ് ദ ആഡ്വർബ് ഫ്രേസ്. അടുത്ത ഒരു അയാൾക്കടെ ആനന്ദ് വെയിറ്റ് സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി. അപ്പൊ ആനന്ദിന്റെ മാനറിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ? ഹൗ ഹി വെയിറ്റഡ്. അപ്പൊ ആനന്ദ് വെയിറ്റഡ് സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി. അപ്പൊ സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി ആണ് അവിടെ ആഡ്വർബ് ഫ്രേസ്. അപ്പൊ നെക്സ്റ്റ് ആക്ഷനെയാണോ സൂചിപ്പിക്കുന്നേ? അതെ, ആ വെയിറ്റഡ് എന്ന് പറയുന്ന ആ ആക്ഷൻ എങ്ങനെയാണ് വെയിറ്റ് ചെയ്തു? വെയിറ്റഡ് വേർബ് ആണ്. എങ്ങനെ വെയിറ്റ് ചെയ്തു എന്നാണ് ആ ആക്ഷനെയാണ് നമ്മൾ ആഡ്വർബ് ഫ്രേസ്. സൈലന്റ്ലി ഒരു ആഡ്വർബ് ഫ്രേസിൽ എപ്പോഴും ഗ്രൂപ്പ് ഓഫ് വേർഡ് കാണും. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്. ഒരു വേർഡ് ആയിരിക്കില്ല. ഒരു വേർഡ് മാത്രമാണെങ്കിൽ അത് ആഡ്വർബ് ആവും. നേരത്തെ നമ്മൾ എല്ലാ എക്സാമ്പിൾ അങ്ങനെയാണ് നോക്കിയത്. ആനന്ദ് വെയിറ്റഡ് സൈലന്റ്ലി എന്ന് മാത്രമാണെങ്കിൽ സൈലന്റ്ലി ഒരു ആഡ്വർബ് ആണ്. ഫ്രേസ് ആണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ് വേണ്ടി വരും. ആനന്ദ് വെയിറ്റഡ് സൈലന്റ്ലി ആൻഡ് പേഷ്യന്റ്ലി. അപ്പൊ രണ്ട് വേർഡ് ഗ്രൂപ്പ് ഓഫ് വേർഡ് ആയില്ലേ? അപ്പൊ സൈലന്റ്ലി പേഷ്യന്റ്ലി അതാണ് ആഡ്വർബ് ഫ്രേസ്. അടുത്ത എക്സാമ്പിൾ നമ്മൾ നോക്കിയത് ഓൾമോസ്റ്റ് എവരി ഇയർ വി ടേക്ക് എ ട്രിപ്പ് ടു ഗോവ. അപ്പൊ എപ്പോഴൊക്കെ അതിന്റെ ആഡ്വർബ് ഫ്രേസിന്റെ ആ ഫ്രീക്വൻസിയാണ് എപ്പോഴൊക്കെ. ഹൗ ഓഫൺ. ഓൾമോസ്റ്റ് എവരി ഇയർ വി ടേക്ക് എ ട്രിപ്പ് ടു ഗോവ. അപ്പൊ ഓൾമോസ്റ്റ് എവരി ഇയർ ആണ് അതിന്റെ ആഡ്വർബ് ഫ്രേസ്. അടുത്തത് ഒരു റീസൺ. ഒരു ആഡ്വർബ് ഫ്രേസ് ഒരു ടൈപ്പാണ് റീസൺ. അത് ഓവർ ഹെവി ഡ്യൂ ടു ഹെവി റെയിൻ വി ഹാഡ് ടു ക്യാൻസൽ അവർ പ്ലാൻ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്തത്? അപ്പൊ ഡ്യൂ ടു ഹെവി റെയിൻ. അപ്പൊ ഡ്യൂ ടു ഹെവി റെയിൻ ആണ് ഇവിടുത്തെ ആഡ്വർബ് ഫ്രേസ്. ആഡ്വർബ് ഫ്രേസിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടി പറയാവോ? ഞാൻ അപ്പോ എഴുതാൻ പറ്റിയില്ലായിരുന്നു. ആഡ്വർബ് ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് വേർഡ് എന്ന് പറയുന്നുണ്ടല്ലോ. ആഡ്വർബും ഉണ്ട്, ഫ്രേസും ഉണ്ട്. ഫ്രേസ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ് കാണും. അതിൽ നോ സബ്ജക്ട് ആൻഡ് വേർബ്. പിന്നെ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മീനിങ്. ഒരു മീനിങ് കാണും. ഗ്രൂപ്പ് ഓഫ് വേർഡ് ആയിരിക്കും. നോ സബ്ജക്ട് ആൻഡ് വേർബ് ഹാസ് ഇറ്റ്സ് മീനിങ്. പിന്നെ ഇത് നമുക്ക് എങ്ങനെ ആഡ്വർബ് ഫ്രേസ് കണ്ടുപിടിക്കാന്നാണ്. ആഡ്വർബ് ഫ്രേസിൽ ഫസ്റ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതിൽ രണ്ട് ആഡ്വർബ് കാണും. അതിന്റെ എക്സാമ്പിൾ ആണ് എന്തുവാ? ആഡ്വർബ് പ്ലസ് ആഡ്വർബ്. അതായത് ഷീ ഡ്രൈവ്സ് റിയലി കെയർഫുള്ളി.
അവിടെ രണ്ടെണ്ണം ഉണ്ട് അല്ലയോ? ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റിയലി കെയർഫുള്ളി എക്സാമ്പിൾ ആണ് ആഡ്വർബ്. അപ്പൊ 3 types ഓഫ് 3 തരത്തിൽ നമുക്ക് ടൈപ്സ് അല്ല ടൈപ്സ് ആണ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ്. ഇനി 3 തരത്തിൽ നമുക്ക് ആഡ്വർബ് ഫ്രേസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് ഫസ്റ്റ് വണ്ണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളത്, അതിൽ 2 ആഡ്വർബ് കാണും. ഗ്രൂപ്പ് ഓഫ് 2 ആഡ്വർബ് കാണും അല്ലേ? ഷീ അതിന് എക്സാമ്പിൾ ആണ് ഷീ ഡ്രൈവ്സ് റിയലി കെയർഫുള്ളി. അപ്പൊ റിയലി കെയർഫുള്ളി അതിന് ആഡ്വർബ് ഫ്രേസ് ചെയ്താൽ ഷീ ഡ്രൈവ്സ് റിയലി കെയർഫുള്ളി. കേൾക്കുന്നില്ലേ? ഷീ ഡ്രൈവ്സ് റിയലി കെയർഫുള്ളി. ഇതിൽ ആഡ്വർബ് ഫ്രേസ് ചെയ്താ മനസ്സിലായേ? റിയലി കെയർഫുള്ളി. കെയർഫുള്ളി. ആ അതെ. അപ്പൊ റിയലി കെയർഫുള്ളി അത് 2 ഗ്രൂപ്പ് ഓഫ് വേർഡ് ഉണ്ട്, 2 ആഡ്വർബ് ഉണ്ട്. അപ്പൊ അത് ആഡ്വർബ് ഫ്രേസ്. അത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? ആഡ്വർബ് പ്ലസ് ആഡ്വർബ്. ആഡ്വർബ് ഫ്രേസ്. അപ്പൊ 2 ആഡ്വർബ്, അപ്പൊ ഗ്രൂപ്പ് ഓഫ് വേർഡ് ഉണ്ട്, അതിന് മീനിങ് ഉണ്ട്, പിന്നെ ഒരു വേർബും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. പിന്നെ വേർബിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡ്സുകളാണ്. അപ്പൊ റിയലി കെയർഫുള്ളി ഇതാണ് ഒരു ടൈപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേറൊരു എക്സാമ്പിള്, ഷീ ഡാൻസ്ഡ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി. വേറൊരു എക്സാമ്പിള്, ഷീ ഡാൻസ്ഡ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി. ഇതിലെ വേർബ് ഏതാണ്? ഡാൻസ്ഡ്. പിന്നെ 2 ആഡ്വർബ് വരുന്നുണ്ട്. ഏതൊക്കെയാ? ബ്യൂട്ടിഫുള്ളി. അപ്പൊ 2 ഗ്രൂപ്പ് ഓഫ് വേർഡ് ഉണ്ട്, 2 ആഡ്വർബ് ആണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്. അത് എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി, അതാണ് അതിലെ ആഡ്വർബ് ഫ്രേസ്. ഇത് നമുക്ക് ഇങ്ങനത്തെ വേർഡുകൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് ഒരു തരത്തിൽ നമ്മൾ ആഡ്വർബ് ഫ്രേസ് കണ്ടുപിടിക്കുന്നത്. വേറൊരു എക്സാമ്പിള്, ഇതില് വെർബും ഉണ്ട്. ഈ ഡാൻസ് എന്ന് പറഞ്ഞ വെർബാണല്ലോ. വെർബും വേർബ് കാണണം. അതെ, വേർബിനെ മോഡിഫൈ ചെയ്യുന്ന 2 ആഡ്വർബുകളാണ് എക്സ്ട്രീംലിയും ബ്യൂട്ടിഫുള്ളിയും. 2 ആഡ്വർബുകളാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി അതാണ് ആഡ്വർബ് ഫ്രേസ്. നേരത്തെ പറഞ്ഞത് ഷീ ഡ്രൈവ്സ് റിയലി കെയർഫുള്ളി. അപ്പൊ റിയലി കെയർഫുള്ളി ആഡ്വർബ് ഫ്രേസ്. ഇനി വേറെ എക്സാമ്പിൾ, ആശ ate her breakfast very quickly. Asha ate her breakfast very quickly. അപ്പൊ ഇതിലെ ഗ്രൂപ്പ് ഓഫ് വേർഡ് എന്താണ്? ഇതിലെ ആഡ്വർബ് ഫ്രേസ് എന്താണ്? വെരി ക്വിക്ലി. വെരി ക്വിക്ലി. അപ്പൊ ആശ ate her breakfast very quickly. അപ്പൊ വെരി ക്വിക്ലി ആണ് ആഡ്വർബ് ഫ്രേസ്. ഇങ്ങനെ എത്ര വേർഡുകൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ ആഡ്വർബ് ഫ്രേസ് ഏതാണ്? ഇപ്പൊ വെരി ക്വിക്ലി, ഇതില് ക്വിക്ലി ആണ് ശരിക്കും ആഡ്വർബ്. പക്ഷെ ക്വിക്ലിനെ ഒന്നും കൂടി ഇന്റൻസിഫൈ ചെയ്യുന്ന വേർഡാണ് വെരി. അപ്പൊ വെരി ക്വിക്ലി ആണ് ഇവിടുത്തെ ആഡ്വർബ്. അതുപോലെ തന്നെ കെയർഫുള്ളി എന്ന് പറയുമ്പോൾ റിയലി കെയർഫുള്ളി. കെയർഫുള്ളി എന്ന് പറഞ്ഞ ആഡ്വർബിനെ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുന്ന വേർഡാണ് റിയലി അല്ലെ? റിയലി കെയർഫുള്ളി. അപ്പൊ റിയലി കെയർഫുള്ളി. അതുപോലെ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ഷീ ഡാൻസ്ഡ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുള്ളിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിനെ സ്പെസിഫൈ ആയിട്ട് ഒന്നും കൂടി പറയുന്ന വേർഡാണ് എക്സ്ട്രീംലി. അപ്പൊ എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി. അപ്പൊ ആ ഗ്രൂപ്പ് 2 വേർഡിനെ ഒന്നിച്ച് നമ്മൾ ആഡ്വർബ് ഫ്രേസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ആഡ്വർബ് ഫ്രേസ് എന്താണ്. ഏതൊരു ഗ്രൂപ്പ് ഓഫ് മീനിങ്സ് ആണ് വരുന്നത്? ഗ്രൂപ്പ് ആയിട്ടുള്ള വരണേ. അതെ. അതിൽ 2 ഒരു ആഡ്വർബ് കാണും. ആ ആഡ്വർബിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ആ ആഡ്വർബിനെ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു വേർഡും കൂടി കാണും. എക്സ്ട്രീംലി, റിയലി, വെരി, ഇതെല്ലാം അങ്ങനത്തെ. അപ്പൊ ഈ 2 ഗ്രൂപ്പ് ഓഫ് വേർഡിനെയാണ് നമ്മൾ ആഡ്വർബ് ഫ്രേസ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. ബിനീഷയുടെ പിന്നെ മൈക്ക് ഓണാണ്, ഓഫ് ആക്കാവോ? എന്തോ? ബിനീഷയുടെ മൈക്ക് ഓണായിട്ടിരുന്നു. ബിസ്മിയുടെ
വേറൊരു എക്സാമ്പിള്, അതില് ആഡ്വർബ് ഫ്രേസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ദ സ്റ്റോർ ക്ലോസസ് അറ്റ് 6 o'clock. One more. The store closes at 6 o'clock. അപ്പൊ ഇതിൽ ആഡ്വർബ് ഫ്രേസ് എന്തായിരിക്കും? ഇതിലെ ആഡ്വർബ് ഫ്രേസ് അറ്റ് 6 o'clock ആണ്. അപ്പൊ ഇങ്ങനത്തെ പ്രിപ്പോസിഷൻ, ഇത് തന്നെ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ, ഓൺ, അറ്റ്, വിത്ത് ഇങ്ങനെയുള്ള പ്രിപ്പോസിഷൻസ് ഇല്ലേ, അത് കഴിഞ്ഞിട്ട് ഉള്ളതാണ് ആഡ്വർബ് ഫ്രേസ് ആയിട്ട് ഇവിടെ വരുന്നത്. ഇവിടുത്തെ പ്രിപ്പോസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ദ സ്റ്റോർ ക്ലോസസ് അറ്റ് ആണ് ഇവിടെ പ്രിപ്പോസിഷൻ വരുമ്പോൾ. എപ്പോഴാണ് ക്ലോസ് ചെയ്തത്? അറ്റ് 6 o'clock. അപ്പൊ അറ്റ് 6 o'clock ആണ് ഇവിടുത്തെ ആഡ്വർബ് ഫ്രേസ്. അപ്പൊ ഈ ഒരു സെന്റൻസിൽ നിന്ന് നമ്മൾ എങ്ങനെ ആഡ്വർബ് ഫ്രേസ് ചൂസ് ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് അറ്റാണ്. അപ്പൊ ഇങ്ങനെ പ്രിപ്പോസിഷൻ വരുന്ന വേർഡുകൾ നമ്മൾ നോക്കിയാൽ മതി. പ്രിപ്പോസിഷൻസ് വേറെ വരുന്നത് ഇന്നായിരിക്കും, ഓൺ ആയിരിക്കും, അറ്റ് അല്ലെങ്കിൽ വിത്ത് അതൊക്കെ വരും. അപ്പൊ ഇത് സ്റ്റോർ ക്ലോസസ് അറ്റ് 6 o'clock. അതിന് ഈസി ആയിട്ട് നമ്മൾ ഇതിൽ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ആഡ്വർബ് ഫ്രേസ് ഏതാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അറ്റ് പ്രിപ്പോസിഷൻ ഉണ്ട്. അപ്പൊ അറ്റ് കഴിഞ്ഞിട്ടുള്ള ഇതാണ് ആഡ്വർബ് ഫ്രേസ് ആയിട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ പറയാം. He was standing in the corner. In the corner. അപ്പൊ ഇവിടെ പ്രിപ്പോസിഷൻ വരുന്നത് ഇൻ ആണ്. അപ്പൊ ഇൻ ദ കോർണർ. അപ്പൊ ഇൻ ദ കോർണർ ആണ് ഇവിടെ ആഡ്വർബ് ഫ്രേസ്. ഇതൊക്കെ പ്രിപ്പോസിഷണൽ ഫ്രേസുകളാണ് കേട്ടോ. ആഡ്വർബ് ഫ്രേസിന്റെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞ നമ്മള് പറഞ്ഞത് ആഡ്വർബ്, 2 ആഡ്വർബ് കാണും. ആഡ്വർബ് പ്ലസ് ആഡ്വർബ്, അതാണ് അതാണ് റിയലി കെയർഫുള്ളി, റിയലി എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി, വെരി ക്വിക്ക്ലി. അതൊക്കെ വേറൊരു ടൈപ്പാണ്. വേറൊരു എന്താ പറയാ, കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. പ്രിപ്പോസിഷൻ ഉണ്ടോ എന്ന് നോക്കുക ഇതില്. അപ്പൊ ഇതില് ഇപ്പൊ ഞാൻ പറഞ്ഞത് സ്റ്റോർ ക്ലോസസ് അറ്റ് 6 o'clock. അറ്റ് 6 o'clock ആണ് ഇവിടെ ആഡ്വർബ് ഫ്രേസ്. അടുത്ത് വരുന്നത് ഹി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ കോർണർ. അപ്പൊ ഇൻ ദ കോർണർ അതാണ് ഒരു പ്രിപ്പോസിഷൻ ഇവിടെ വരുന്നത്, ഇൻ ആണ്. അപ്പൊ ഇൻ ദ കോർണർ ആണ് ഇവിടെ ആഡ്വർബ് ഫ്രേസ്. ഓക്കെ. വേറൊരു എക്സാമ്പിള്, ദ ബേർഡ് ഫ്ലൂ ഹൈ ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ. ദ ബേർഡ് ഫ്ലൂ ഹൈ ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ. ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ അതാണ് ഇവിടെ ആഡ്വർബ് ഫ്രേസ് വരുന്നത്. അപ്പൊ ഇവിടെ പ്രിപ്പോസിഷൻ വരുന്നത് ഇൻ ആണ്. ഒരു എങ്ങനെ ആഡ്വർബ് ഫ്രേസ് കണ്ടുപിടിക്കാന്ന് ഉള്ള എക്സാമ്പിൾ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ദ ബേർഡ് ഫ്ലൂ ഹൈ ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ. അപ്പൊ എവിടെയാണ് എന്താണ് ബേർഡ് പറന്നത്? അപ്പൊ അതിന്റെ വരുന്നതാണ് ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ. അപ്പൊ ഇൻ അവിടെ പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ ആണ് ഇവിടെ ആഡ്വർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. Okay, Lindsay, Okay. complete ആയോ? ഇല്ല, കംപ്ലീറ്റ് ആയില്ല മാം. Okay. ബാക്കി മാം ഇല്ല, മാം പറയില്ല, മാം ഇല്ല. പറയൂ കേട്ടോ, നിങ്ങൾ ക്ലാസ് എടുത്തോളൂ. ഞാൻ എന്തായാലും പറയും, ക്ലാസ് ഞാൻ എടുക്കും കേട്ടോ, ഈ പേടിക്കണ്ട. റീജുനെ കാണുന്നില്ലല്ലോ. അതെ, റീജു മുങ്ങിയെന്ന്. റീജു എന്നെ തന്നെയാക്കിട്ട് മുങ്ങി. ഞാനിട്ടുണ്ട് മിസ്സേഷ് എനക്കൊന്നും ഇവിടെ മിണ്ടാതിരിക്കും വന്നിട്ട്. റീജു എന്താണ് ടീച്ചർ? എനക്കൊന്നും അറിയില്ല. റേഷ്യ ഹെൽപ്പ് ചെയ്യൂ. എനക്ക് പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല, അതാ. ഓക്കെ ഓക്കെ. ഒരു 12:25 ഒക്കെ ആകുമ്പോ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ.
Okay? ഓക്കെ ഓക്കെ ഓക്കെ. ഒരെണ്ണം കൂടി, ഒരു എക്സാമ്പിൾസും കൂടി ഉള്ളൂ, രണ്ടെണ്ണം. Yeah, okay, Ramesh. Continue. ഇനി വേറൊരു ടൈപ്പ് സെന്റൻസ് ഞാൻ പറയാവേ, അതിന്റെ ആഡ്വർബ് ഫ്രേസ് നമുക്ക് നോക്കാം. ഇപ്പൊ രണ്ട് ടൈപ്പ് ഞാൻ പറഞ്ഞു എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. ആഡ്വർബ് പ്ലസ് ആഡ്വർബ് കാണും. ഒരു ആഡ്വർബിനെ മോഡിഫൈ അല്ലെങ്കിൽ ഇന്റൻസിഫൈ ചെയ്യാനായിട്ട് വേറൊരു വേണം. എക്സ്ട്രീംലി, ബ്യൂട്ടിഫുള്ളി, റിയലി, കെയർഫുള്ളി, അതൊരു ഒരു ടൈപ്പ് സെന്റൻസ് ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വേറെ ഒന്നുള്ളൂ പ്രിപ്പോസിഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ഇൻ, ഓൺ, അറ്റ്, വിത്ത്, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഉള്ള സെന്റൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ആഡ്വർബ് ഫ്രേസ്. അതിന് എക്സാമ്പിൾസും കണ്ടു. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാവേ. ഒരു സെന്റൻസ് പറയാം, അതിന്റെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കാം. ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽസ്, ഇത് മൂന്നാമത്തെ ടൈപ്പാണ്. മൂന്നാമത്തെ വേ, 3 ways. ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽസ്, പ്രാക്ടീസ് എവറി ഡേ. To improve ഇതില് ആഡ്വർബ് ഫ്രേസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന്. writing skills. ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽസ്, പ്രാക്ടീസ് എവറി ഡേ. എടാ വിനീഷ മൈക്കൊന്ന് ഓഫ് ആക്കോ. ആരാ? വിനീഷ. ഓക്കെ. ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽസ്, പ്രാക്ടീസ് എവറി ഡേ. അപ്പൊ ഇതില് നമ്മുടെ വേർബ് ഏതാണ്? ഇതില് പ്രാക്ടീസ് ആണ് അല്ലേ? അപ്പൊ പ്രാക്ടീസിനെ മോഡിഫൈ ചെയ്യുന്ന വേർഡ് എന്തുവാ? ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽ, പ്രാക്ടീസ് എവറി ഡേ. പ്രാക്ടീസ്, ടു ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് സ്കിൽ, To പ്രാക്ടീസ് improve എവറി ഡേ. യുവർ റൈറ്റിംഗ് സ്കിൽസ്, അതാണ് ഇവിടെ ആഡ്വർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. എനിക്കത് കറക്റ്റ് ആയിട്ട് എങ്ങനെ പറഞ്ഞതിന്റെ അറിയില്ല, നോക്കിട്ട്. ടു ഇംപ്രൂവ്. വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം, എഴുതേ. നമുക്ക് അപ്പൊ അത് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായിരിക്കും. ഹി വെന്റ് ടു ദ ജിം ടു വർക്ക് ഔട്ട്. He went to the gym to work out. He went to the gym to work out. gym to the workout. He went to the gym to work out. അപ്പൊ Bend to ഇതില് ആഡ്വർബ് ഫ്രേസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഏതാ ഫ്രേസ് ആഡ്വർബ് ഫ്രേസ്? bend to ആണോ? അല്ല, വെന്റ് എന്ന് പറയുമ്പോ ഇതില് To ഇതാണല്ലോ. work out. വെന്റ് എന്ന് പറയുമ്പോ വേർബ് അല്ലേ? Workout. ടു വർക്ക്, അതാണ് ആഡ്വർബ് ഫ്രേസ്. അപ്പൊ ഇതില് അവൻ എന്തിട്ടാണ്? അവൻ ജിമ്മിൽ പോയി. എന്തിനു പോയി? ടു വർക്ക് ഔട്ട്. അപ്പൊ ഇതിന്റെ എനിക്ക് മനസ്സിലായില്ലേ, ടു വർക്ക് ഔട്ട് ആണ് ഇവിടുത്തെ ആഡ്വർബ് ഫ്രേസ്. വെർബിന്റെ അടുത്തുള്ള സംഭവങ്ങൾ നോക്കുക. അപ്പൊ അതായിരിക്കും ഒരു ക്ലൂ ആയിട്ട് കിട്ടുന്നത്. അതന്നെ, വേർബ് ആദ്യം നോക്കാണ്ട് വേർബിനെ ബേസ് ചെയ്തിട്ട് ഏതാണ് വരുന്നത്. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ കണക്കാണോ മാനേഴ്സ് അനുസരിച്ചിട്ട്? അതന്നെ. ഇപ്പൊ ഇവിടെ ഹി വെന്റ് ടു ദ ജിം ടു വർക്ക് ഔട്ട്. അതില് അങ്ങനെ പറഞ്ഞിരുന്നേ. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഐ നീഡ് ടു ഗോ ടു ബൈ സം ഫുഡ്. ഒന്നുകൂടി പറഞ്ഞേ. ഐ നീഡ് ടു ഗോ ടു ബൈ സം ഫുഡ്. buy some food. ഇതിൽ ആഡ്വർബ് ഫ്രേസ് വരുന്നു ബൈ സം ഫുഡ്. എന്തിനു പോണം? ടു ബൈ സം ഫുഡ്. ഇതാണ് ഇങ്ങനെയുള്ള സെന്റൻസിൽ നിന്ന് നമ്മൾ എങ്ങനെ ആഡ്വർബ് ഫ്രേസ് കണ്ടുപിടിക്കാം. ഇതാണ് മൂന്നാമത്തെ വേ. അപ്പൊ ആദ്യത്തെ വേ ആണ് ആഡ്വർബ് പ്ലസ് ആഡ്വർബ്. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ആഡ്വർബ്. ഇതിനെ പറയുന്നത് ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്നാണ്. പക്ഷെ അത് അങ്ങനെ ഡീറ്റെയിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് 2-3 എക്സാമ്പിൾ തന്നെന്നുള്ളൂ. ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാന്ന്, ആഡ്വർബ് ഫ്രേസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞതേ ഉള്ളേ.
കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ? ഇതിന്റെ ഓക്കെ. തന്നെയാണോ? ഇതിന്റെ ആഡ്വർബ് ഫ്രേസിന്റെ. അല്ല, ഈ നമ്മളിപ്പം പറഞ്ഞില്ലേ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ അത് വെച്ചിട്ടാണോ അതോ കോമൺ അല്ല, ആയിട്ട്? കോമൺലി നമുക്ക് നോക്കാം. ഇത് ഞാന് ഇപ്പൊ ഒരു സെന്റൻസ് നമുക്കിപ്പോ ഒരു സെന്റൻസ് ഏതാണെന്നല്ലല്ലോ ചോദിക്കുന്നത്. ആ ഒരു സെന്റൻസിൽ ആഡ്വർബ് ഫ്രേസ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ അതിനുള്ള ഈസി 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഒരെണ്ണം രണ്ടില് ഒരു ആഡ്വർബ് 2 എണ്ണം കാണും. അതാണ് റിയലി, കെയർഫുള്ളി, എക്സ്ട്രീംലി, ബ്യൂട്ടിഫുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ആഡ്വർബ് കാണും. ആ ആഡ്വർബിനെ ഒന്നും കൂടി ഇത് ചെയ്യാനായിട്ട് വേറൊരു വേർഡും കാണും. റിയലി ബ്യൂട്ടിഫുള്ളി, വെരി ക്വിക്ക്ലി, എക്സ്ട്രീംലി ബ്യൂട്ടിഫുള്ളി, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതാണ് ആഡ്വർബ് ഫ്രേസ്. വേറൊരു സെന്റൻസ് ഇപ്പൊ ഇത് രണ്ടും ഇല്ല, റിയലിയും കെയർഫുള്ളി അതൊന്നുമില്ല, അങ്ങനത്തെ വേർഡൊന്നുമല്ല. വേറൊരു വ്യത്യാസമുള്ള ഒരു ഇതാണ് ദ ബേർഡ് ഫ്ലൂ ഹൈ ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ. ഇങ്ങനെ ഇതില് ഒന്നുമില്ല, ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വേർഡുകളൊന്നുമില്ല. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ദ ബേർഡ് ഫ്ലൂ ഹൈ ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ എന്ന് പറയുമ്പോൾ അതിൽ പ്രിപ്പോസിഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിൽ ഇൻ ഉണ്ടോ നോക്കുക, ഓൺ അല്ലെങ്കിൽ വിത്ത്, ഇൻ, ഓൺ, അറ്റ്, വിത്ത്, അങ്ങനത്തെ പ്രിപ്പോസിഷൻസ് ഉണ്ടോ നോക്കുക. അപ്പൊ ആ പ്രിപ്പോസിഷൻ ഉള്ള വേർഡുകളായി അതായിരിക്കും നമ്മുടെ ആഡ്വർബ് ഫ്രേസ്. അപ്പൊ ദ ബേർഡ് ഫ്ലൂ ഹൈ ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ. അപ്പൊ ഇൻ ദ ക്ലിയർ ബ്ലൂ സ്കൈ ആണ് ഇവിടുത്തെ ആഡ്വർബ് ഫ്രേസ്. വേറൊരു എക്സാമ്പിൾ നമ്മൾ എന്താ, ഹി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ കോർണർ. ഇതില് നമ്മൾ നേരത്തെ കണ്ട വേർഡുകളൊന്നും ഇല്ല. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഹി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ കോർണർ. അപ്പൊ ഇൻ ആണ് ഇവിടെ പ്രിപ്പോസിഷൻ വരുന്നത്. അപ്പൊ ഇൻ ദ കോർണർ അങ്ങനെ കണ്ടുപിടിക്കും. ഇനി ഇതൊന്നും ഇല്ലാത്ത വേറെ ഇതാണ് നേരത്തെ ഏറ്റവും ലാസ്റ്റ് കണ്ടുപിടിച്ചത്. വേറൊരു വേർഡാണ് ഐ നീഡ് ടു ഗോ ടു ബൈ സം ഫുഡ്. ഇതില് ബൈ സം ഫുഡ്, അതാണ് ആഡ്വർബ് ഫ്രേസ് വരുന്നത്. ആഡ്വർബ് ഫ്രേസ് വരുന്നത്. വേറൊരെണ്ണം വരുന്നത് ഹി വെന്റ് ടു ദ ജിം ടു വർക്ക് ഔട്ട്. അപ്പൊ അങ്ങനത്തെ എങ്ങനെ നമുക്ക് ആഡ്വർബ് ഫ്രേസുകൾ ഓരോ സെന്റൻസിൽ കണ്ടുപിടിക്കാന്നാണ് ഞാൻ നേരത്തെ. ഈ 3 ടൈപ്പ് സെന്റൻസുകൾ 3 ടൈപ്പ് ആണല്ലോ. അപ്പൊ അതിൽ നിന്ന് അങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതുപോലത്തെ നമുക്ക് കുറച്ച് സെന്റൻസുകൾ നോക്കാം. അപ്പൊ ഇങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ പഠിച്ചതിന്റെ ബേസ് അനുസരിച്ച് നമുക്ക് നോക്കാം ഒന്ന്. ഓക്കെ, she went to Australia as quickly as possible. അപ്പൊ ഇതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതില് she went to Australia as quickly as possible. അപ്പൊ ഇതില് ആഡ്വർബ് ഫ്രേസ് ഏതായിരിക്കും? she went to Australia as quickly as possible. പോസിബിൾ. അതെ, ആഡ്വർബ് ഫ്രേസ് വേറൊരു ഇത് ഓർക്കണം. ഇതില് ഒരു വേർഡ് ആയിരിക്കില്ല, ഗ്രൂപ്പ് ഓഫ് വേർഡ് ആയിരിക്കും. ഒരു വേർഡ് ആണെങ്കിൽ ആഡ്വർബ് എന്ന് പറയും. ഗ്രൂപ്പ് ഓഫ് വേർഡ് വന്നാലേ ആഡ്വർബ് ഫ്രേസ് ആവത്തുള്ളൂ. നമ്മൾ അത് നോക്കണം. ഷീ വെന്റ് ടു ഓസ്ട്രേലിയ ആസ് ക്വിക്ലി ആസ് പോസിബിൾ. അപ്പൊ ആസ് ക്വിക്ലി ആസ് പോസിബിൾ ആണ് ഇവിടുത്തെ ആഡ്വർബ് ഫ്രേസ്. ഇനി അടുത്തത് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ സ്പീക്കർ ഈസ് പ്ലേയിങ് വെരി ലൗഡ്ലി. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ദ സ്പീക്കർ ഈസ് പ്ലേയിങ് വെരി ലൗഡ്ലി. വെരി ലൗഡ്ലി ആണ് ഇവിടുത്തെ ആഡ്വർബ് ഫ്രേസ്. ഇനി അടുത്തത് ഒരെണ്ണം ചെയ്യാം. ഹി ടെൽസ് ഹിസ് വേർഡ്സ് ഇൻ ആൻ ഈസി വേ. ഇൻ ആൻ ഈസി വേ. ഇൻ ആൻ ഈസി വേ ആണ് ഇവിടുത്തെ ആഡ്വർബ് ഫ്രേസ്. അടുത്തത് സിംഗ് എ സോങ് ഫോർ മീ ഇൻ ദാറ്റ് ടൈം, ദാറ്റ് ടോൺ. സിംഗ് എ സോങ് ഫോർ മീ ഇൻ ദാറ്റ് ടോൺ. ഇവിടെ വരുന്നത് എന്തോ, ഇവിടെ പ്രിപ്പോസിഷൻ വന്നിട്ട് ഇൻ. അപ്പൊ ഇൻ ദാറ്റ് ടോൺ അതാണ് ആഡ്വർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. പിന്നത്തെ ഓക്കെ മാം, എനിക്ക് അറിയാവുന്ന പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ?
നന്നായിട്ട് മനസ്സിലായി മാം. നന്നായി ലിൻഷി ക്ലാസ് എടുത്തു. താങ്ക് യു ലിൻഷി. Okay, very good. Okay, ലിൻഷി. ഇനി നെക്സ്റ്റ് ക്ലാസ്സില് ലിൻഷിയുടെ ജോലി കഴിഞ്ഞുണ്ടോ? ഓക്കെ, സോ ലിൻഷി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഒരിക്കലും മറക്കില്ല, ഇനി ഒരു കാലത്തും മറക്കില്ല. ഓക്കെ മാം, താങ്ക് യു. സോ ഈ നെക്സ്റ്റ് ക്ലാസ്സില് ലിൻഷി പഠിപ്പിച്ചാലല്ലോ അതൊന്ന് മനസ്സിലായോ ഇല്ലയോ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എന്താ ചെയ്യണ്ടേ? പ്രസന്റ് ചെയ്യണം കേട്ടോ. പഠിച്ച കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും പ്രസന്റ് ചെയ്യണം. ഓക്കെ? ഓക്കെ, സോ മൈൻഡ് ചെയ്യാ. ടൈം ആയല്ലോ, മൈൻഡ് ചെയ്യാട്ടാ. സൈൻ ഔട്ട് പറയാം. സോ ലിൻഷി നന്നായിട്ട് ക്ലാസ് എടുത്തു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. രണ്ട് ദിവസവും ലിൻഷി കുറച്ച് അധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഹാറ്റ്സ് അപ്പ് ടു യു. ഓക്കെ, ഇനി ഇംപ്രൂവ് ചെയ്യാനുണ്ട് അല്ലെ? സോ ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, പക്ഷെ ലിൻഷിക്ക് ഇപ്പോൾ കോൺഫിഡൻസ് കിട്ടിയാലോ അല്ലെ? എന്നെ കൊണ്ട് പറ്റും. ഇത് ഞാൻ മനസ്സിലാക്കിയത് എന്റെ രീതിയിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇനി ചിലപ്പോൾ മാം ക്ലാസ് എടുക്കുമ്പോൾ വേറെ രീതിയിലായിരിക്കും അത് പ്രസന്റ് ചെയ്യണം. അപ്പൊ എനിക്ക് അതും കൂടി കേൾക്കണമെന്നുണ്ട്. ഓക്കെ, നോക്കാട്ടോ ക്ലാസ് എടുക്കാൻ. ഓക്കെ, അപ്പൊ മൈൻഡ് ചെയ്തോളൂ കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് സംസാരിക്കാം. സൈൻ ഔട്ട്. ഞാൻ പറയാം മാം. നമുക്കിന്ന് ക്ലാസ് എടുക്കാൻ വന്ന അശ്വതി മിസ്സിനും അതുപോലെ തന്നെ നന്നായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് എല്ലാ ഡൗട്ടും ഓരോ എക്സാമ്പിളും അതെല്ലാം നന്നായിട്ട് പറഞ്ഞു തന്ന ലിൻഷിക്കും വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു, താങ്ക് യു. Okay, so thank you all. See you on next class. Okay, bye. Bye ma'am. Bye all. Thank you.